സോളിനെ യങ്സ് ഉപദ്രവിക്കാനായിട്ട് വരുന്ന സമയത്ത് സോളിനെ രക്ഷിക്കാനായിട്ട് സൺജയ് വരുന്നതൊക്കെ ആയിരുന്നു സോളും ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സോളും. ഇപ്പോഴാകട്ടെ അവരെല്ലാവരും കൂടി തിരിച്ചു പോകുവാനായിട്ട് ട്രെയിനിലും കയറുന്നു. സോളും കണ്ണടച്ചൊക്കെ ഇരുന്നതിന് ശേഷം സൺജയ് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാനിത് എവിടെയാണുള്ളത്, ഞാൻ എന്തിനാണ് നിന്റെ ഒപ്പം ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് സോൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പഴയ സോൾ തിരിച്ചെത്തിയെന്നാണ് സൺജയും വിചാരിക്കുന്നത്. സോളും സൺജയുടെ അടുത്ത് എന്നെ പിന്തുടർന്ന് വരരുത്, ഞാനും തനിയെ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ ഒരു ട്രെയിനും മുന്നോട്ടൊക്കെ പോകുന്നത് സോളും നോക്കി നിൽക്കുകയാണ്. എന്റെ വിധിയൊക്കെ ഞാൻ തന്നെ മാറ്റിക്കൊള്ളാം, ഇതിനിടയ്ക്ക് നീ വരേണ്ടതായിട്ടില്ല എന്നൊക്കെ ആയിരുന്നു സോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് തൊട്ടടുത്തൊരു ട്രെയിൻ വരികയും യങ്സു ആ ട്രെയിനിൽ നിന്നും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ കാണിക്കുന്നു. പിന്നീട് കുറച്ചുനാൾ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. സോളും ചേട്ടന്റെ കയ്യിൽ ഒരു നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ഇത് ഓർത്ത് വെക്കണമെന്നായിരുന്നു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു തവണ ലോട്ടറിയിൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ച നമ്പർ ആയിരുന്നു അത്. ഞാൻ നിനക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഇത്, അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ വേണം നീ എല്ലാ തവണയും ലോട്ടറിക്ക് അടിച്ചു കൊടുക്കുവാൻ. ചില തവണ നീ ചെയ്യിച്ചില്ല എന്നൊക്കെ ഇരിക്കും, എങ്കിൽ പോലും നീ ചെയ്യിക്കുന്ന സമയം വരെ ഇതേ നമ്പറൊക്കെ അടിച്ചു കൊടുക്കണമെന്നായിരുന്നു സോളും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്യൂച്ചർ ലൈഫൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു അവളും അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോളിന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്, അതുകൊണ്ട് തന്നെ സോളും സണിച്ചയും കൂടി ചേർന്നിട്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുന്നു. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്താകട്ടെ സോളിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുവാനായിട്ട് ഒരു തവണ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ഫാമിലി ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് സോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുവാനും ഇതേ സ്ഥലമൊക്കെ അവൾ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കണ്ടുമുട്ടാം, ഇടയ്ക്കൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെ വരാമെന്നാണ് സഞ്ജയും അറിയിക്കുന്നത്. അങ്ങനെ അവരും ഓരോരോ റൈഡിലൊക്കെ കയറുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യുന്നു. സൺഷയ്ക്ക് കഴിക്കുവാനായിട്ട് സോൾ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്താകട്ടെ അവനും കുറെ ഫുഡൊക്കെ ഒന്നിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ അവളും പിണങ്ങി പോക്കുകയാണ്. പിന്നീട് മറ്റൊരു ഫുഡ് ഐറ്റം ഒക്കെ അവൾക്ക് വാരിക്കൊടുത്ത് കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അവളും ഹാപ്പി ആകുന്നത്. പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന പേടിയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരിടത്തും കൂടി അവർ പോകുകയാണ്. അങ്ങനെ ഇരിക്കെ പേടിയൊക്കെ തോന്നുകയാണെങ്കിൽ എന്റെ കൂടെ നിന്നോ എന്നായിരുന്നു സൺജു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സൺജയാണ് ശരിക്കും അവിടുത്തെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് പേടിച്ചോടുന്നത്. പിന്നീട് മറ്റൊരു റൈഡിലൊക്കെ കയറുമ്പോഴത്തേക്കും ആയിരുന്നു സോളിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ കേക്കൊക്കെ അവന് നൽകുന്നത്. മാത്രമല്ല അവൻ തന്നെയാണ് ബർത്ത്ഡേ സോങ് ഒക്കെ പാടിയും കേൾപ്പിക്കുന്നത്. ഇനി അവൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ലോക്കറ്റ് ഒക്കെ ആയിരുന്നു. അത് കാണുമ്പോഴത്തേക്കും സോളും ഒരുപാട് സന്തോഷിക്കുന്നു. ഇനി സൺജയും ആ ഒരു മാലയൊക്കെ അവൾക്കും ഇട്ടുകൊടുക്കുകയാണ്. തിരിച്ചിറങ്ങുവാനായിട്ട് വാതിലൊക്കെ തുറക്കുന്ന സമയത്തായിരുന്നു സൺജയ് മാലയൊക്കെ സോളിന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. റൈഡൊക്കെ നടത്തുന്ന ആളാകട്ടെ അതൊക്കെ കാണുമ്പോഴത്തേക്കും അവർ കിസ് ചെയ്യൊക്കെയാണെന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തവണയും കൂടി ആ ഒരു റൈഡിലൊക്കെ ഫ്രീ ആയിട്ട് പോകുവാനുള്ള ഒരു ചാൻസും കൂടി അവർക്ക് ലഭിക്കുന്നു. ഈ ഒരു ലോകത്തിലേക്ക് വന്നതിന് സൺജയ് സോളിന്റെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്. ഇനി വരുന്ന ലൈഫ് എങ്ങനെയാണെന്നൊന്നും സോളിന് അറിയുകയില്ല, എങ്കിൽ പോലും സോളിന്റെ ആദ്യത്തെ ലൈഫിലാകട്ടെ സോളിന്റെ ജീവനൊക്കെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ സോളിനെ ജീവിക്കാനായിട്ട് പ്രേരണ നൽകിയിട്ടുണ്ടായിരുന്നതും സഞ്ജയ് ആണെന്നുള്ള കാര്യമൊക്കെ അവളും തുറന്നു പറയുകയാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സഞ്ജയും സോളിനെ കിസ്സൊക്കെ ചെയ്യുന്നു. ഞാൻ നിന്റെ കൂടെ അവസാനമായിട്ട് നാളെയാണ് ഉണ്ടാവുക എങ്കിൽ നീ ഒരിക്കലും വിഷമിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ സോൾ പറഞ്ഞത് ഓർത്തതിന് ശേഷവും കരഞ്ഞുകൊണ്ടിരുന്ന സൺജയ് ആകട്ടെ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രെയിനിൽ നിന്നും ഇറങ്ങുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അമ്മേനെ കാണുവാനായിട്ട് ടൈസിങ്ങിന്റെ അച്ഛനും വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. സോളും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുമ്പോഴത്തേക്കും അമ്മയുടെ കോളും അവൾക്ക് വരുന്നു. നിന്നെ കഴിഞ്ഞ വർഷം ഒരാൾ തട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ ശ്രമിച്ചായിരുന്നല്ലേ, അയാളൊരു കൊലപാതകയാണല്ലേ. അങ്ങനെ ഇരിക്കെ അയാൾ രക്ഷപ്പെട്ടു പോയത് കൊണ്ട് തന്നെ നീ ഒരിടത്ത് നിൽക്കുന്നത് സേഫ് അല്ല, എത്രയും വേഗം തിരിച്ചു വാ, നീ എവിടെയാ നിൽക്കുന്നതെന്നൊക്കെ എന്നോട് പറ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെയാണ് അമ്മയും പറയുന്നത്. അമ്മ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ സഞ്ജയുടെ ഒപ്പമാണ് ഉള്ളത്, മാത്രമല്ല ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും നാളെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കുമെന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും അമ്മയും അതെല്ലാം തന്നെ വിശ്വസിക്കുകയാണ്. പിന്നീട് അമ്മയും വീട്ടിൽ നിന്നും ഇറങ്ങുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു സഞ്ജയ് അമ്മേനെ കാണുവാനായിട്ട് എത്തിയതൊക്കെ അമ്മയും മനസ്സിലാക്കുന്നത്. സോളിനെ ഞാൻ ഇപ്പോൾ കോൾ ചെയ്തതേ ഉള്ളൂ, സോളാകട്ടെ നിന്റെ ഒപ്പമാണ് ഉള്ളതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സഞ്ജയോട് പറയുമ്പോഴത്തേക്കും സഞ്ജയും ആകെ അതിശയിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു സഞ്ജയ് മറ്റൊരു കാര്യമൊക്കെ ഓർക്കുന്നത്. അതായത് സോൾ ഫ്യൂച്ചറിലേക്കൊക്കെ മടങ്ങിപ്പോക്കുകയാണ് എങ്കിൽ സോളിന്റെ കയ്യിൽ വാച്ച് ഉണ്ടാക്കുകയില്ല. പക്ഷെ ആ ഒരു സമയത്ത് സോളിന്റെ കയ്യിൽ വാച്ചൊക്കെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ അവൾ യഥാർത്ഥത്തിൽ ഫ്യൂച്ചറിലേക്ക് മടങ്ങിപ്പോയതല്ല, മറിച്ച് ഇതെല്ലാം തന്നെ അവളുടെ ഒരു അഭിനയമായിരുന്നു എന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുകയാണ്. സോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിന് മുമ്പിൽ യങ്സുവിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ടൈസങ്ങിന്റെ അച്ഛനും മറ്റൊരു പോലീസും. പക്ഷെ ആ ഒരു പോലീസിനാകട്ടെ ഇവിടേക്ക് യങ്സു വരുമെന്ന് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അതേസമയം സോൾ പറഞ്ഞത് കൊണ്ട് തന്നെ സോളിനെ രക്ഷിക്കുവാനായിട്ട് ഇതേ മാർഗം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടൈസങ്ങിന്റെ അച്ഛനും ഇരിക്കുന്നത്. അപ്പോഴായിരുന്നു അവർക്കൊരു കോളും വരുന്നത്. അതായത് യങ്സോനെ ബുസാനിൽ വെച്ച് പലരും കണ്ടു എന്നതായിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ. സോളും ഇതേ സമയത്ത് തന്നെ ടൈസങ്ങിന്റെ അച്ഛനെ കോൾ ചെയ്യുകയും എന്നെ രക്ഷിക്കുവാനായിട്ട് ഇവിടേക്ക് എത്തണമെന്നൊക്കെ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു. സോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ബിൽഡിങ്ങിലൊക്കെ എത്തിയിരിക്കുകയാണ് സഞ്ജയും. മാത്രമല്ല ഇപ്പോൾ മെയ് 6 മാത്രമേ ആയിട്ടുമുള്ളൂ. മെയ് 10 ഇനിയും ദിവസമുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ അവൾ എന്തിനായിരിക്കും എന്റെ അടുത്ത് കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക? ഒരുപക്ഷെ അവളുടെ ഫ്യൂച്ചറൊക്കെ മാറിയിട്ടുണ്ടാകുമോ എന്നൊക്കെ സഞ്ജയും സംശയിക്കുന്നു. സോളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും ഇൻഹുക്ക് ഇപ്പോൾ സഞ്ജയനെ കോൾ ചെയ്യുകയാണ്. അതായത് സോളും അടുത്ത ട്രെയിനൊക്കെ വന്നോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും സോളിനെ പല ഇടത്ത് വെച്ചായിട്ടൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇൻഹുക്കും അറിയിക്കുന്നത്. സോളും ഇപ്പോൾ സൺഷൈനൊക്കെ ഓർത്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നീട് അവൾ നടന്നും പോകുന്നു. അവൾ ഫ്യൂച്ചറിൽ നടക്കുവാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി കാണിക്കുകയാണ്. അതിലാകട്ടെ മെയ് 7 എന്ന ഡേറ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെന്ന കാര്യവും അവൾ ഓർക്കുന്നു. അതിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ നടത്തുകയാണ് സോളും ഇപ്പോൾ. സോള് ഫോണൊക്കെ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ സഞ്ജയുടെ ഒരുപാട് മിസ് കോൾസ് ഒക്കെ അവൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവൾ അതിനൊന്നും തന്നെ റിപ്ലൈ ഒക്കെ കൊടുക്കാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇപ്പോൾ ടൈസങ്ങിന്റെ അച്ഛന്റെ ഒരു കോളും കൂടി അവൾക്ക് വന്നിരിക്കുകയാണ്. അതായത് അവർ കാറിൽ അവൾക്ക് പിന്നിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് സോളും ഉള്ളത്. സഞ്ജയും ഇപ്പോൾ സോളിന്റെ അടുത്തേക്കൊക്കെ പുറപ്പെട്ടിരിക്കുകയാണ്. സോളും 5 മണി ആയപ്പോഴത്തേക്കും ആയിരുന്നു അവിടെ നിന്ന് നടക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സോളും പതിയെ ആ ഒരു റെസ്റ്റോറന്റിൽ നിന്നും നടന്നും പോകുന്നു. സോളിന് പിന്നാലെ തന്നെ പോലീസുകാരും ഉണ്ടായിരുന്നു. മാത്രമല്ല യങ്സും അവൾ നടന്നു പോകുന്നതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നേരത്തെ സോൾ നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ സഞ്ജയും പോയി നോക്കുകയാണ്. സോളിനെ യങ്സ് തട്ടിക്കൊണ്ടു പോകുന്ന സ്ഥലത്ത് വരെ സോൾ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ അവൾ യങ്സിനു വേണ്ടി കാത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും 2 പോലീസുകാരെത്തി നമ്മുടെ പോലീസുകാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സോളിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു പോലീസൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും സോളും യങ്സും ആണ് അതേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഉറക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ സോൾ അങ്ങനെയൊക്കെ പ്രതികരിച്ചതൊക്കെ കാണുന്ന യങ്സുവും അവിടെ നിന്നും പോകുന്നു. പക്ഷെ അയാൾ പോകുന്ന സമയത്താകട്ടെ അതിലെ ഓടി വന്നിട്ടുണ്ടായിരുന്ന സൺജയ്ക്കിട്ടൊക്കെ ഇടിക്കുന്നുണ്ട്. സൺജയ് പിന്നീടാണ് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ നോക്കുന്നത്. അപ്പോഴാണ് നേരത്തെ ആ ഒരു കൊലയാളിയാണ് അതേ എന്ന കാര്യമൊക്കെ സഞ്ജയ് മനസ്സിലാക്കുന്നത്. സഞ്ജയും യങ്സുന്റെ പിന്നാലെ തന്നെ ഓടുന്നു. ഇനി എല്ലാ പോലീസുകാരും കൂടി ചർച്ചയൊക്കെ നടത്തുകയാണ്. അതായത് സോളിന്റെ ഡ്രസ്സിന്റെ കളറൊക്കെ പറഞ്ഞതിന് ശേഷം അവളിപ്പോൾ അപകടത്തിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസുകാർ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള ലോക്കൽ പോലീസൊക്കെ സോളിനെ അന്വേഷിച്ച് വന്നിട്ടുമുണ്ടായിരുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും സഞ്ജയ് ആയിരിക്കാം അവരെ കോൾ ചെയ്തതെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നേരത്തെ സോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ സോളും ഓടിയെത്തിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും യങ്സു സഞ്ജയനെ കുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഓടിയെത്തുന്ന പോലീസുകാരാകട്ടെ അപ്പോൾ തന്നെ യങ്സുവിനെ പിടികൂടുന്നു. എന്താണ് നടക്കുവാനായിട്ട് പോകുക എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും വീണ്ടും ഒരേ കാര്യം ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ സഞ്ജയ് പറഞ്ഞതും കൂടി കേൾപ്പിക്കുകയാണ്. മാത്രമല്ല സഞ്ജയ് സോളിനോട് ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ബാലൻസ് ഒക്കെ തെറ്റിയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ വീഴുന്നു. അങ്ങനെ സഞ്ജയ് വെള്ളത്തിലൊക്കെ വീണ് കഴിയുമ്പോഴാകട്ടെ കഴിഞ്ഞ ദിവസം സോളിന്റെ ഒപ്പം കിടന്ന സമയത്ത് രാവിലെയായി കണ്ണു തുറക്കുക എന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും സഞ്ജയം കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ആയിട്ടില്ല എന്നും കണ്ണ് തുറക്കാതിരിക്കുന്നിടത്തോളം വരെ ഇത് രാത്രി ആയിരിക്കുമെന്നുമൊക്കെയാണ് സഞ്ജയം പറയുന്നത്. അതൊക്കെ കേൾക്കുന്ന സോളും കണ്ണൊക്കെ അടച്ചിരുന്നിട്ട് ഞാൻ കൂടി കണ്ണടയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുന്നു. അവനാകട്ടെ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഈ ഒരു മൊമെന്റ് ഒക്കെ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവനും അറിയിക്കുകയാണ്. സഞ്ജയ് വെള്ളത്തിലൊക്കെ വീണു തോർത്ത് അവൾ ഇപ്പോഴും കരയുകയാണ്. നിന്റെ ലോകത്ത് ഇപ്പോഴും രാത്രിയാണോ എന്നായിരുന്നു അവളും ചോദിക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.